എന്തായിരുന്നു മുനുപ്പൂച്ച എവിടെ ലൂസി? അവിടെ ലൂസി മരിച്ചിട്ടല്ലോ. ലൂസി ഇല്ലേ? ആ ലൂസി ഉണ്ട്. ലൂസിനെല്ലാം കണ്ടിട്ട് എത്ര കാലം അറിയാം. പണ്ടത്തെ എന്റെ സെറ്റപ്പ്, എന്റെ ലൈവിന്റെ സെറ്റപ്പ് നോക്കിയ പഴയ ഇതിലെ അയ്യാറിലേന് പണ്ട്. അയ്യേ ഇതെന്താ നീ നറൂട്ടോന്റെ ടീഷർട്ട് ഇട്ട്? നിനക്ക് നറൂട്ടോനെ കുറിച്ച് എന്തൊക്കെ അറിയോ? എന്താ അറിയാം? എന്താ ആനിമ നിനക്ക് എന്താ അറിയാം? ഒന്ന് പറ. എന്ത് പറ പറ നെറൂട്ടോനെ കുറിച്ച് എന്താ അറിയാന്ന് പറ. നെറൂട്ടോ ഒരു ക്യാരക്ടറാണ്. ആ നെറൂട്ടോന്റെ ഏറ്റവും അടുത്ത ക്യാരക്ടർ എന്താ? ക്യാരക്ടറിന്റെ പേരെന്താ? നെറൂട്ടോന്റെ ഏറ്റവും അടുത്ത ക്യാരക്ടർ. നെറൂട്ടോന്റെ ഫുൾ പേരെന്താ? എന്തോ ഷിൻഷാങ്. ഒരു ലൊട്ട എനിക്ക് അറിയില്ല. വെറുതെ വന്നിട്ടാ ആദിൽ നോക്കുന്നത്. ആദിലില്ലേ? ആദിലുണ്ടോ അവിടെ? ഇന്ന് ഓരോരാളെ വിളിക്കേണ്ട അവസ്ഥ എന്നല്ലടാ ഇന്ന്. നീ പറഞ്ഞിട്ടാ ആണ് നീ. W ടീഷർട്ടാണ്. ഈ ടീഷർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക്. നെറൂട്ടോന്റെ പേര് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഷമീറിന് തൊപ്പിയെ മാനസികമായും ശാരീരികമായും നന്നായി അറിയാം. ഇത് കാണും നമ്മളെ പഴയ കാലം. ഇത് നോക്കുന്ന മീറ. മുഹമ്മദ് അൻവർ ഡൊനേറ്റഡ് 42 രൂപ ത്രൂ ഗൂഗിൾ പേ. താങ്ക് യു ഫോർ ദ 42 rupees സൂപ്പർ ചാറ്റ്. പൂച്ച ഫ്രൈ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവൻ ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടല്ലേ. ഓവറാക്കിക്കളല്ലേ? ഓവറാക്കുന്നുണ്ടല്ലോ അവന്. എടുത്ത് എവിടെ പോയി? മുന്നോടെ പുറത്ത് വന്നിട്ട് പോയതാ. ആരോ കാണണം തൊട്ട് പോയതാ. മിക്കവാറും ഒരു പെണ്ണായിരിക്കും അത്. മിക്കവാറും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂട്ടും. അല്ലെങ്കിൽ ഏടെ പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ടേ അവൻ പോകും. മുന്നേ നിന്ന് ആരെയും കൂട്ടാണ്ട് ഒറ്റക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. എന്തായാലും ഒരു പെണ്ണായിരിക്കും. കോഴി ആവുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. സ്പീഡ് മെസ്സി മീറ്റപ്പോ? സ്പീഡ് മെസ്സിനെ കാണാനോ? ഏയ് ആണോ? ചാറ്റ് സ്പീഡ് മെസ്സിനെ കണ്ടോ? ഒന്ന് നോക്കി. ആരെങ്കിലും നോക്കിയേ? ഉള്ളതാണോ? നോക്കണോ? വെറുതെ പറയുന്നതായിരിക്കും. വെറുതെ പറയുന്നതായിരിക്കും. നീ സ്പ്രേ അടിച്ചിട്ടോ? എന്താ വാറെന്ന് പറയുന്നത്? എന്ത് വാറ്? വാറൊന്നുമില്ല. വെറുതെ പറയുന്നത്. ഇതെല്ലാം വെറുതെ. സ്പീഡ് മെസ്സിനെ കണ്ടോ? ഒന്ന് നോക്കി. ആരെങ്കിലും നോക്കിയേ? ഉള്ളതാണോ? നോക്കണോ? വെറുതെ പറയുന്നതായിരിക്കും. വെറുതെ പറയുന്നതായിരിക്കും. നീ സ്പ്രേ അടിച്ചിട്ടോ? എന്താ വാറെന്ന് പറയുന്നത്? എന്ത് വാറ്? വാറൊന്നുമില്ല. വെറുതെ പറയുന്നത്. ഇതെല്ലാം വെറുതെ എല്ലാം. ന്യൂ സോങ് കേട്ടോ നോക്കുന്നത്. ഫെജോ പുതിയ പാട്ട് ഇറക്കിയാ. നിന്നെ പോലെ ഒരാള് ഇട്ടിട്ടുണ്ട് ഡയമണ്ട്. നീ ഫാൻ ബോയ് അല്ലേ? നീ 25,000 ഡയമണ്ട് ഇട്ടില്ല. നീ 25,000 ഡയമണ്ട് ഇട്ടില്ല. ഇനി ഒന്നും പറയണ്ട. അതില്ലേ ഞാൻ നായ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തോലെ കൊടുത്തിയാണ്. ആ പറഞ്ഞിട്ട് ഉള്ളിക്കറിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ അങ്ങനെ കൊടുത്തിയാണ്. നായായിട്ട് ആ ക്ലിപ്പ് വൈറലായി. പട്ടി നീ എന്താ പറഞ്ഞ തന്നെ? പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ നിനക്ക് ഡയമണ്ട് ഇട്ടെന്നാ പറഞ്ഞത്. ഇത് ഞാൻ കണ്ടിരുന്നു. ആരോ എനിക്ക് റീൽസ് അയച്ചത്. അത് ഞാൻ കണ്ടതാ. പ്രിയമുള്ളവര്, വളരെ വേദനയോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അറിയാമല്ലോ, ഇക്കൊല്ലത്തെ നാഷണൽ അവാർഡും എന്റെ കൈവിട്ടു പോയി. തലവിന്
ഇല്ല, എന്റെ കഴിവ് തെളിയിക്കാൻ ഇനി അവസരങ്ങളുണ്ടല്ലോ, അത് ഞാൻ ഇവിടെയും തെളിയിക്കും. This is for the natural and innocent performance of a middle-aged man who is trying to establish a meaningful connection with his son. ചങ്ങായിക്ക് 0 haters ആണ് അല്ലേ? അല്ലേ, ഒറ്റ ഹേറ്റർ ഇല്ലാത്ത ഞാൻ ഇതുവരെ ഒരു കമന്റ് സെക്ഷനിൽ എവിടെയും ഒരു ഹേറ്റ് കണ്ടില്ല ചങ്ങായിക്ക്. തൊപ്പി ഇവിടെ സോങ് കേട്ട് നോക്ക്. ഇൻസ്റ്റാ ഐഡി അലീന പോൾ MRG കാരുടെ W സോങ് ബ്രോ. ഇങ്ങനത്തെ സാധനങ്ങൾ ഡിസ്കോഡിൽ റിയാക്ട് ചെയ്യാൻ ഇടുമോനെ. കിടിലം സൗണ്ട് കേട്ടിട്ടില്ലേ? പാട്ട് കേട്ടിട്ടില്ലേ? കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടായിട്ടില്ല. ഓള് പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ടായിനോ? ഓളെ പാട്ട് കേട്ടില്ല, ഒന്നുകൂടി പ്ലേ ചെയ്യണോ? അല്ല, കേട്ടു. എടാ നൈസർ, എന്താ പേര്? അലീന പോൾ. ബിഗ് ഷൗട്ട് ഔട്ട് ടു അലീന പോൾ. W സൗണ്ട്. എന്തായിരുന്നു? മമ്മു സെയിം ബട്ട് ഡിഫറെന്റ്. നിനക്ക് കേട്ടിട്ടുണ്ടോ? അനിയന കേട്ടൻ ആരെങ്കിലും ഉണ്ടോ? ബാക്കില് റാപ്പ് ഉണ്ടല്ലോ. എടാ ബാക്കിൽ ആരാ മനസ്സിലായി? ഇത് ഡോറേമോനും ഇത് മറ്റേ ഡോറേമോനിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, വില്ലൻ ക്യാരക്ടർ. പൂച്ചനെ പോലത്തെ മുകളിലല്ല, ഒരു ഇങ്ങനെ തടിച്ചിട്ടുള്ള മേഹു ജിയാൻ എന്നിട്ട് പാട്ട് പാടുന്ന ജിയാൻ. ആ ക്യാരക്ടർ ഇത്. കറക്റ്റ് മമ്മു അല്ലേ? ഏത് സാധനല്ലേ നമ്മൾ ഒരു ദിവസം എടുക്കും പോലെ. ഈ മുറ്റത്ത് ഞാൻ ഒരു നാനലവും കൊണ്ടിടും മുത്തേ. അത് നിങ്ങൾ കണ്ടോ? റിയലിസ്റ്റിക് ഗെയിം. ഫ്രീ ഫയറും കളിയാക്കാൻ തുടങ്ങിയത്. അടാ ഇത് വളരെ മോശമാണ് സംഭവം. ശരി തന്നെ, കുറച്ച് പേപ്പർ ഗ്രാഫിക്സ് ആണ്, ശരി തന്നെ. പക്ഷെ ഫ്രീ ഫയർ പബ്ജി പോലെ തന്നെ അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആണ്. മനസ്സിലായോ? കുറച്ച് പാടാന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ച് വെച്ച് നോക്കിയിട്ട് കുറച്ച് പാടാന്ന് പറഞ്ഞാൽ സംഭവം ഗ്രാഫിക്സ് കുറവ് തന്നെ, പക്ഷെ അത്ര ഈസി ഒന്നല്ല. കളി നല്ല പാടാണ്. നമുക്ക് എന്തായാലും ഫ്രീ ഫയർ കളിക്കണം. ഇവിടെ ആർക്കെല്ലാം ഫ്രീ ഫയർ കളിക്കാൻ അറിയാം? റാംബോ, പിന്നെ അതിലറിയോ? റാംബോക്കും അതിലും ഫ്രീ ഫയർ കളിക്കാൻ അറിയാം. നമ്മ മൂന്നാളും കൂട്ട് സ്ക്വാഡായിട്ട് ഒരു ദിവസം കളിക്കാം. ശരി, അല്ല കള്ളാസ് ഗ്രാഫിക്സും കൊണ്ട് നമ്മളെ കളിയാക്കാൻ വരുന്നതാ മോനെ. നമ്മളെ പറയാണ്ടെന്നാ നമ്മളൊന്നും തിരിച്ചു പറയൂല. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്, കാര്യം പറയാല. ആളൊരുമാതിരി വാറോ എന്താ വാറ്? സ്പീഡൊന്നും മെസ്സിനൊന്നും മീറ്റ് ചെയ്യല മോനെ. വെറുതെ മെസ്സിനെ സ്പീഡ് വേറെ ആരെ മീറ്റ് ചെയ്താലും മെസ്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നില്ല മോനെ. മെസ്സിനെ അത്രയും ഇഷ്ടമല്ലോ എനിക്ക്. ഒരു അയക്കൂറെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത് പോരാ, സോറി, അടുത്തേലും ഇമ്പ്രൂവ് വേണ്ടാടാ പ്ലീസ്. എന്താണ് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ അങ്ങനത്തെ ചളിയൊന്നും പറയാത്തതോ, അറിയാണ്ട് പറഞ്ഞു എന്റെ വായിന്ന് വീണതാ.
വാർത്ത എല്ലാം നല്ല ഇതെപ്പോ മീഡിയം. ലാസ്റ്റ് എടാ 3 ആഴ്ച മുമ്പാടാ ഇത് ഇട്ടത്. ഇതുവരെ പാർട്ട് 5 വന്നില്ലേ? എല്ലാത്തിനും views ഒക്കെ followers ആടാ സീനല്ലേ. 4 റീലാ ഇവൻ ഇത് വെച്ചിട്ടാ തുടങ്ങിയത്. 150K followers ആയി. എന്റെ മോനെ ആ ഈ ബാക്കി വീഡിയോ കാണാൻ വേണ്ടി ഫോളോ ചെയ്യുന്നയാ. അവസാനമുള്ള പറയാനുണ്ടാവില്ല. എന്താ പറയുന്നത്, ഇവന്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? നമ്മക്ക് മനസ്സിലാവും, ചാറ്റിന് മനസ്സിലാവുന്നുണ്ട് ഇവന്റെ ഭാഷ. നമ്മളെല്ലാരും കണ്ണൂർ തന്നെയാണ്. ഇവിടെ റാമ്പ് വെച്ച് ബാക്കി എല്ലാവരും കണ്ണൂരാണ്. ഇവൻ പറയുന്നത് കണ്ണൂർക്കാരായ നമുക്ക് പോലും മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇവ ഇങ്ങനെ വാർ ഇറാൻ ഇസ്രായേൽ വാറോ? എന്റെ മേത്ത് കൈവക്കെല്ലാം ഇസ്രായേലിന് സ്ഥലം വിട്ടെന്നെല്ലാം പറയുന്നുണ്ട്. എന്താണ് ഞാൻ ഒരു കാര്യം പറട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാർ ബ്രാൻഡ് ഞാൻ പറട്ടെ, ഓടി. ഔഡി എന്നല്ല പറയുന്നത്. ഔഡി എനിക്ക് ഇഷ്ടമല്ല. ഈ ഗേ ആയിക്കോണ്ട, ഇവൻ ഗേ ആണ്, അതുകൊണ്ട് ഇവന് ഇങ്ങനത്തെ ബ്രാൻഡെല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഔഡി അള്ളാണ് അറിയാലോ, എനിക്ക് ഔഡി തീരെ ഇഷ്ടമല്ല. കാര്യം പറയാലോ, എസ് ജെ പിക്ക് ഔഡി ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ പോലും അവന്റെ അനുവാദം. എനിക്ക് ഔഡി ഭയങ്കര ഗേളി ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഉണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അയ്യോ വെറുതെ അല്ല എനിക്ക് ഇഷ്ടം പറഞ്ഞ. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. ഡോക്ടർ ക്രോം സ്റ്റോറി വെക്കുന്ന ആടാ. ഞാൻ ഡോക്ടർ ക്രോമിനെ ഞാൻ ഇതാക്കിയില്ല, ഫോളോ ചെയ്തിട്ടില്ല. പബ്ലിക് ആക്കിയോ? ഇതിലൊന്നും കാലം എനിക്ക് ഇഷ്ടമല്ല. നീ പോയി തൂങ്ങിച്ചാടാ. ഡോക്ടർ അതല്ലേ ഇവ പബ്ലിക് ആക്കിയോ? പബ്ലിക് ആക്കി. കേരളത്തിൽ അതിശക്തമായ മഴ. അങ്ങനെ ഇത് കണ്ടിട്ടാ നിങ്ങൾക്ക് വാർത്ത അറിയുന്നത്? അങ്ങനെയാ. ഓക്കെ. ഇവനെ ഫോളോ ചെയ്ത് വെച്ചാൽ ന്യൂസ് അറിയാലേ. ഇവൻ ന്യൂസ് ചാനലല്ലേ, പക്ഷെ ഈ ന്യൂസിൽ അറിഞ്ഞിട്ടെന്താ കാര്യം? അയ്യോ കണ്ണൂരിന് പോണ്ടാട്ടോ. കേരളത്തിൽ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചനയിൽ. മന്ത്രി താല്പര്യമില്ലാത്ത ട്യൂഷൻ പോകുന്ന എല്ലാവരും രക്ഷപ്പെടാൻ പോവാണ്. അപ്പൊ ട്യൂഷൻ സെന്റർ എണ്ണം കുറയ്ക്കുന്നത് സംസ്ഥാനത്ത് എണ്ണം കുറക്കുന്നത് മാനസിക സംഘർഷം. മാനസിക സംഘർഷം ഒഴിവാക്കാനാണ് ട്യൂഷൻ സെന്ററുകൾ കുറക്കുന്നത്. നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയ നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയല്ലോ. ഇയാളിപ്പോ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആലോ. ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തോ ഒരു വാർത്ത ഉണ്ട് ഇതേപോലത്തെ. എന്തോ ഒരു മാത്രമല്ല എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ നടക്കുന്ന പോലെയുള്ള വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ല എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. നമ്മൾ കോളേജിൽ പഠിക്കാത്തോണ്ട് നമുക്ക് ഇതൊന്നും. നീ കോളേജിൽ പഠിച്ചിനോ? നീ കോളേജിൽ പഠിച്ചില്ലേ? റാമ്പ് കോളേജിൽ പഠിച്ചിനോ? ഞാൻ മാത്രമേ ഇവിടെ കോളേജിൽ പോകത്തുള്ളൂ അല്ലേ? റാംബോ പഠിച്ചിട്ടേ ഉള്ളൂ. അതെ കോളേജിൽ നിന്ന് റാംബോനെ പുറത്താക്കിനു കോളേജിൽ നിന്ന്. ആര് പറഞ്ഞു? റാംബോ പറഞ്ഞു പുറത്താക്കിനോ? എന്തിനാ പുറത്താക്കിയ? അടിയാക്കിട്ടായിരിക്കും. പറയുന്നില്ല മാസം എടുത്താടക്ക്. അതൊരു അടി കേസ് ഉണ്ടായിരുന്നു, ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. പറയുന്നില്ല അത്. സ്വന്തം കാമുകിയെ തട്ടിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ കഴിയാതെ അക്ഷയ് കണ്ണടച്ചു നിന്നു. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് ഇത് പണ്ട് വാട്സപ്പില് അമ്മമാർ അയക്കുന്നതല്ലേ? അല്ല ഒന്നാമത് മഴയും കൂടിയാ, ഷോക്ക് അടിക്കും. എന്നാ പിന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കാലേ.
ചാറ്റ് പറ, ഫോളോ ചെയ്ത് നോക്കണ, വാർത്തകൾ അറിയണം ഞാൻ ഇനി മുതൽ. മമ്മി ചീത്ത പറയുന്ന സോ വേണ്ട. നീ എന്തിനാ എന്റെ നെഞ്ചിനാണ് സ്വയം അടിക്കുന്നത്? സൗത്ത് ആഫ്രിക്ക ഇതെല്ലാം ബോറിങ് വാർത്തയും. സൗത്ത് ആഫ്രിക്ക കപ്പടിച്ചിട്ട് നമ്മള് ഞാൻ ഫോളോ ചെയ്തു. എനിക്ക് വാർത്തകൾ അറിയാൻ താല്പര്യമില്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം അറിയാനാണ് ഇഷ്ടം. എടാ സെൽഫിഷ് എടാ അറിയണമെന്ന് പറഞ്ഞാൽ അതിനെല്ലാം കുറെ എനർജി വേണ്ട. ഇതിപ്പോ നമ്മള് കാര്യം മാത്രം ആലോചിച്ചാ നമ്മ ഉറങ്ങുന്നു, എണീക്കുന്നു, നമുക്ക് എൻജോയ് ചെയ്യുന്നു, ലൈവ് ചെയ്യുന്നു, നമ്മൾ ഉറങ്ങുന്നു. ഇതെല്ലാം നമ്മളെ കാര്യം നോക്കിയാൽ പോരെ. അതല്ല അതിന്റെ നോ 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 നോ. ഇല്ല ഫോളോ ചെയ്യുന്നില്ല. ജൂൺ 15 വന്നിരിക്കുകയാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. നിങ്ങൾ നിങ്ങളുടെ ഫാദറിനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ടാവും? നിങ്ങളുടെ അപ്പനോട് ഒന്ന് സംസാരിച്ചിട്ട് പോലും മാസങ്ങളായിട്ടുള്ള എത്ര പേരുണ്ടാവും? എനിക്കറിയാം കുറേ പേരുണ്ടാവുന്നു. ഇന്നത്തെ ഒരു ദിവസം മാത്രം നിങ്ങൾക്ക് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്നു മുതൽ 4 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എന്തോ ഇത് പ്രൊമോഷനാ. ഡോക്ടർ ഇതിന്റെ എല്ലാം ഇടുന്നത്, ഗെയിമിങ്ങിന്റെ എല്ലാം. പെരുമഴയും അത് കാരണം വെള്ളപ്പൊക്കവും. നമ്മള് ഇതെല്ലാം എന്തിനാ നമ്മളറിയുന്ന? എനിക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ അറിയാൻ ഒരു താല്പര്യം എനിക്കില്ല. കുറെ വാർത്തകളും കൂടി നമ്മൾ വായിക്കേണ്ടി വരും, അറിയേണ്ടി വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതിന് ഏറ്റവും നല്ലത് ചാറ്റാണ്. ചാറ്റ് നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ മാത്രം കൊണ്ടുതരും. അപ്പൊ ഇവര് പറയുന്ന വാർത്തകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മള് വെറുതെ കുറെ പുറത്തുള്ള വാർത്തകൾ നോക്കണ്ടല്ലോ. അതല്ലേ നല്ലത്. അതാ ഷമീർ AJP തൊപ്പി സാഡാ. എന്ത് സാഡാ? ഇന്നത്ര മൂടില്ല, അത്രേ ഉള്ളൂ. സാഡൊന്നുമില്ലടാ ഇന്ന്. വലിയ തണുപ്പ് കൂടുതലുണ്ടോ? എന്നെ കൊറേ ഊക്കല്ല കേട്ടാ. നീ എന്റെ മൂക്കിനെ ഞാൻ കുത്തും കേട്ടനാ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? സാമി met Aisha Speed's girl look like. very beautiful by the way. Wait, oh my, you look like Aisha Speed. ഇത് ഏയാടാ. That's not an insult. I love Aisha Speed. ഇത് ലൈവാന്ന് തോന്നട്ടോ. അത് ചാറ്റ് കാണുന്നുണ്ട് സൈഡില്. അപ്പൊ ഇതല്ല എഡിറ്റ് ഉണ്ടാവൂല. ഇവിടെ ശരിക്കും ഐഷ സ്പീഡ് പോലെ. You look like Aisha Speed. That's not an man. അയ്യോ നല്ല വരിയത്തുമ്പോഴേക്ക് നിർത്തിക്കളഞ്ഞടാ അവര്. വക്കീലും ഇതുവരെ പാട്ട് പാടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വക്കീൽ ഇതുവരെ നമ്മളെ സ്ട്രീമിൽ എല്ലാവരും, നമ്മളെ ടീമിലുള്ള എല്ലാവരും പാട്ട് പാടി. വക്കീൽ ഇതുവരെ ഒരു പാട്ട് പാടിയില്ല. ഏതാ പറ? കരോക്കെ ഇട്ടരാ പറ. ഓക്കെ. വക്കീൽ ഈസ് ഗോണ സിംഗ് എ സോങ് ഫോർ us. Come on. ഏതാ പാട്ട് ഏതാ? പാടോ. മൈക്ക് കൊടുക്കും. ഏതാ പാട്ടേതാ? മറ്റേ കാണേ പുതിയ മുഖം. കാണേന്ന് പറയുമ്പോ വക്കീല് നല്ലൊരു പാട്ടുകാരനാണ്. ഇതാണോ? അത് തന്നെ. ഫസ്റ്റ് അല്ലേ? ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വക്കീൽ പാടാൻ ഇതാക്കുന്നത്. നമ്മളൊരു സിഗ്മ ടീമാണ്, മനസ്സിലാ? നമ്മളൊരു കുണ്ടൻ ഗേ ടീം എന്നുള്ള പേരിൽ അറിയപ്പെടാൻ പറ്റില്ല ഒരിക്കലും. പട്ടി ഞാൻ കാര്യം പറഞ്ഞ എന്നെ വെറുതെ പറയിപ്പിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ഈ മഴവില്ല എന്നുള്ള ഇതെല്ലാം മാറ്റിയെടുക്കാൻ നോക്കുമ്പോ ഇവന്മാര് ഇതെല്ലാം ഞാൻ കണ്ട ക്ലിപ്പല്ല. എന്തിനാ പിന്നെ മോഡറേറ്റേഴ്സ് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സ്പൈഡി ഞാൻ കണ്ട ക്ലിപ്പെല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ. കണ്ട തന്നെ പിന്നെയും ഞാൻ കാണേണ്ടി വരുന്നുണ്ട്. കണ്ട ക്ലിപ്പന്റെ റിപ്പീറ്റ് ക്ലിപ്പ് വരുമ്പോ എല്ലാം ഡിലീറ്റ് ചെയ്യട്ടോ.
കുറഞ്ഞിട്ട് ഇതായടാ, അതിന്റെ രസം പോയി. പല ആൾക്കാരും പല രീതിയിലും സെയിം സാധനം തന്നെ ഇടാക്കിയത്. അസർ റീചാർജ് ചെയ്തിട്ടില്ല. സോറി ഗൈസ്, മൈ മിസ്റ്റേക്ക്. റീചാർജ് ചെയ്തില്ല. നെക്സ്റ്റ് ലെവലിൽ റീചാർജ് ചെയ്തിട്ട് നമുക്ക് അസർ കയറാം. ഓക്കെ, സോറി ഗൈസ്. $250 ഡയമണ്ട്സ് ഡൊണേറ്റ് ചെയ്തിട്ട് ഫ്രീ വർക്ക്. തൊപ്പി ഹനാന്റെ ന്യൂ സോങ് പ്ലേ ചെയ്യ്. ചിറാപുഞ്ചി വൈബ് സോങ്ങാ. ചിറാപുഞ്ചിയോ അങ്ങോട്ടാ